സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഞാൻ ജനറൽ ആശുപത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ജനറൽ ആശുപത്രി എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്, നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീട്ടമ്മ മരിച്ച ഒരു സാഹചര്യം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ബഹുമാന്യനായിട്ടുള്ള UDF സ്ഥാനാർത്ഥി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരിടത്ത് ഇത് പറയണം എന്ന് വിചാരിച്ചിട്ടില്ല. തനിക്കൊന്നും നാണമില്ലല്ലോ? ഇല്ല സാർ. കളക്ടറുടെ റിപ്പോർട്ടിനകത്ത് 2012 അത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. 2012 അന്ന് 2012 ആണത് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം എങ്ങനെയാ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത്? അതിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്വേഷണത്തിന് ശേഷം അതിന്റെ വിജിലൻസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിലേക്ക് അത് പോകുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ അത് അന്വേഷിക്കട്ടെ. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമില്ലാത്തതായി ഉള്ളൂ. ഒരു കാര്യം കൂടി, കത്രികയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് വളരെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു, അതായത് എന്നെ ഇപ്പോ ആ നിലയിൽ പറയുന്നതാണ്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഏതായാലും 3 മാസം എടുത്ത് പഠിച്ചു വന്നതിൽ ഗുണമുണ്ട്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഒന്ന്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കാര്യം പറഞ്ഞു. 2015 പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടമാണ് 2022 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. എന്ന് പറഞ്ഞാൽ 7 കൊല്ലം മുമ്പ് പൊളിച്ച് നീക്കപ്പെടണം എന്ന് പറഞ്ഞ കെട്ടിടം 2022 23 പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ വിമർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. പിന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക ഒടുങ്ങിയത് 2017 21 ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പൊ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? ഒരു ഡോക്ടർ തന്നെ പറഞ്ഞേ, ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എൻ്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അങ്ങനെ ഈ കേരളത്തിലുടനീളം എത്രമാത്രം വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്? മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏത് സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എങ്ങനെയാണ് യാത്ര ഇരിക്കുന്നത്? നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. ഇതൊരു തറ പരിപാടിയായി പോയി. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച്, 1 കോടി രൂപ മേളിൽ വരില്ല. പൈസ എന്താ ചെയ്തവര്? ഉത്തരം പറ. അത് എനിക്കറിയില്ല. മിനിസ്റ്റർ അല്ല, ഇത് അഴിമതിയല്ലേ? 2025 ഏപ്രിൽ മാസത്തിൽ 20 കോടി രൂപ കൈമാറിയെന്ന് പറഞ്ഞു. അന്ന് കൈമാറിയിട്ടില്ല. ആ തുക കൈമാറിയത് 2026 ജനുവരി മാസത്തിലാണ്. 10 മാസം ഈ തുക ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു.
ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്നു. ഈ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ കിടന്ന് ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഈ അക്കൗണ്ടിൽ കിടന്ന പൈസ അപ്പൊ കൈമാറി എന്ന് പറഞ്ഞ തുക കൈമാറാതെ 10 മാസം അക്കൗണ്ടിൽ കിടന്നതിന് ആരാണ് ഉത്തരവാദി? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അല്ല, എന്നാ മിനിസ്റ്ററിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ 10 മാസം ആ പണം എന്തിനാണ് ഡിവൈഎഫ്ഐ അക്കൗണ്ടിലിട്ടത്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബില്ലോ ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവേറായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. എവിടെ പിരിച്ച ഫണ്ട്? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്കെവിടെ? അതിനൊരു കണക്കുണ്ട്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ബാക്കി ഡിവൈഎഫ്ഐ പറഞ്ഞോളൂ. പൂർത്തീകരിച്ചാണ് പോകുന്നത്. മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. അഭിലാലി ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 1,05,00,000 മറ്റാണ് അല്ലേ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മിനിസ്റ്റർ കേട്ടോളൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അബലാലയുടെ മിനിസ്റ്ററുമായി വളരെ ബന്ധമുള്ള ആളാണ്. ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള എല്ലാവരുമായിട്ടും കേട്ടോളൂ. അന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു കണക്കാണോ ഡിവൈഎഫ്ഐ ഇവിടെ അവതരിപ്പിച്ചത്? എന്റെ എല്ലാ മാനവും പോയി. ഡിവൈഎഫ്ഐ പറഞ്ഞെന്താ? ഞങ്ങൾ 20 കോടി രൂപ കൈമാറി. എപ്പോഴാ കൈമാറുന്നത്? 2.5 കോടി രൂപ ഏപ്രിൽ മാസത്തിൽ കൈമാറി, 2.5 കോടി രൂപ മെയ് മാസത്തിൽ കൈമാറി, 15 കോടി രൂപ 2026 ജനുവരി മാസത്തിൽ കൈമാറി. എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയിൽ കൈമാറി എന്ന് പറയുന്ന ചെക്ക് വ്യാജമായിരുന്നു എന്ന് ആദ്യം തന്നെ ഡിവൈഎഫ്ഐ സമ്മതിക്കുകയാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.